ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചങ്ങായി വ്ലോഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ മലയാളം മനുഷ്യൻ്റെ കൈകൾ എന്ന യൂണിറ്റിൻ്റെ പാർട്ട് 2 ആണ്. കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. കൂടൊന്നു തീർക്കാൻ കുന്നോളം തൊരം, വീടാക്കി മാറ്റാൻ മലയോളം. വീടുണ്ടാക്കാൻ വലിയ അധ്വാനം വേണം. നമ്മുടെയൊക്കെ വീടുണ്ടാക്കാൻ എന്തെല്ലാം തൊഴിലുകൾ ചെയ്യുന്നവരുടെ സഹായം വേണം? ചർച്ച ചെയ്യൂ. ഇപ്പം നമ്മൾ ഉറുമ്പ് എന്താ പറഞ്ഞത്? കൂടൊന്നുണ്ടാക്കാൻ കുന്നോളം തൊരം, കുന്നോളം പണി അധ്വാനം വേണം ഒരു കൂടുണ്ടാക്കാൻ. അതിനെ ഒരു വീടാക്കി മാറ്റാൻ മലയോളം അധ്വാനം വേണം, അല്ലേ? ഇപ്പം നമ്മുടെ വീടുണ്ടാക്കാൻ ഏതെല്ലാം തൊഴിലാളികളുടെ സഹായമാണ് വേണ്ടത്? അപ്പോൾ ആദ്യം മുതൽക്ക് നമുക്ക് നോക്കാം. എന്തെല്ലാം തൊഴിലുകൾ ചെയ്യുന്ന ആളുകൾ വേണം എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കൽപ്പണിക്കാർ വേണം, വീടിൻ്റെ തറ കെട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ആശാരി, വാതിൽ, ജനൽ, കബോർഡുകൾ, അലമാരകൾ, അങ്ങനെയുള്ള മരപ്പണി ചെയ്യുന്ന സാധനങ്ങളെല്ലാം, കട്ടിള, ജനൽ, അല്ലേ, എല്ലാത്തിനും നമുക്ക് ആശാരിയുടെ സഹായം ആവശ്യമാണ്. പിന്നെ മേസ്തിരി ഭിത്തി കെട്ടാനും സിമൻറ്റ് തേക്കാനും, ഇപ്പോൾ നമ്മുടെ ചുമരൊക്കെ കെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പടുത്ത് കൊണ്ടുവരാനും അതേപോലെ അതിൽ സിമൻറ്റ് തേക്കാനും മേസ്തിരിയുടെ സഹായം ആവശ്യമാണ്. ഇലക്ട്രീഷ്യൻ, അല്ലേ, കറണ്ട് വേണ്ടേ? ഇലക്ട്രീഷ്യൻ്റെ സഹായം വേണം വയറിംഗ് പണികൾക്ക് വേണ്ടിയിട്ട്. പിന്നെ പ്ലംബർ എന്തിനാണ്? വെള്ളത്തിൻ്റെ ആവശ്യം നമുക്ക് എല്ലായിടത്തും ഉണ്ട്, അല്ലേ? പൈപ്പ്, ടാപ്പ് തുടങ്ങിയവ പിടിപ്പിക്കാനായിട്ട് പ്ലംബറുടെ സഹായം ആവശ്യമാണ്. പിന്നെ നിലം പണി, നിലത്ത് നമ്മൾ ടൈലോ അല്ലെങ്കിൽ ഓടോ മൊസൈക്കോ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ടൈൽ പണിക്കാർ വേണം. ഇപ്പം എല്ലാവരും ടൈലാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ടൈൽ പണിക്കാർ എന്നാക്കാം. വീടിൻ്റെ തറ ടൈലിടാൻ. പിന്നെ പെയിൻറ്റർ വീട് പെയിൻറ് ചെയ്യാൻ പെയിൻറ്ററുടെ ആവശ്യവുമുണ്ട്. ഇങ്ങനെ ഒരുപാട് തൊഴിലാളികളുടെ സഹായം ഉണ്ടെങ്കിൽ നമുക്കും ഒരു വീടുണ്ടാക്കാൻ സാധിക്കൂ. ഒരു മലയോളം പണി തന്നെ ഉണ്ട്, അല്ലേ? പാഠപുസ്തകം പേജ് 56 തൊഴിലും ഭാഷയും, അതായത് ചിത്രം എൻ്റെ കേരളം എന്നാണ് ആ ചിത്രത്തിന് പേര് കൊടുത്തിരിക്കുന്നത്. മനുഷ്യർ എന്തെല്ലാം തൊഴിലുകളാണ് ഏർപ്പെടുന്നത്? ചിത്രം നോക്കൂ എന്നാണ് പറയുന്നത്. ഇതിൽ ഒരുപാട് ചിത്രങ്ങളുണ്ട്, അല്ലേ? ഒരുപാട് തൊഴിലുകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ചിത്രത്തിലെ ആളുകൾ എന്തൊക്കെ ജോലികളാണ് ചെയ്യുന്നത്? ഇവിടെ നോക്കൂ, എന്തൊക്കെ ജോലികളാണ് ചെയ്യുന്നത്. ഇളനീർ കച്ചവടം ഏറ്റവും അടിയിൽ കാണുന്നുണ്ട്, അല്ലേ? ഇളനീർ കച്ചവടം. പിന്നെ മീൻ കച്ചവടം കാണുന്നുണ്ട്. പിന്നെ ചായക്കട കാണുന്നുണ്ട്. മുറ്റം തൂക്കൽ, അതൊരു ജോലിയാണ്, അല്ലേ? മുറ്റം എന്നും വൃത്തിയാക്കണമല്ലോ, മുറ്റം വൃത്തിയാക്കണം. പിന്നെ ഗ്യാസ് വിതരണം നടത്തുന്നുണ്ട്. ആട് വളർത്തൽ, പത്രവിതരണം, താറാവ് വളർത്തൽ, ഞാറ് നടീൽ, മീൻപിടുത്തം, കുടിവെള്ള വിതരണം, തെങ്ങ് കയറ്റം, കണ്ടില്ലേ? തെങ്ങ് കയറ്റം. പിന്നെ ആനയെ കൊണ്ടുപോകുന്നുണ്ട്, അല്ലേ? ആന പാപ്പാൻ ഒരു ജോലിയാണ്, അല്ലേ? മരം മുറിക്കുന്നുണ്ട്, മരം മുറി ഒരു ജോലിയാണ്. പിന്നെ ആളുകൾ വാഹനം ഓടിക്കുന്നുണ്ട്, വാഹനം ഓടിക്കൽ ഒരു ജോലിയാണ്. ഇങ്ങനെ ഒരുപാട് ജോലികൾ ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്തെല്ലാമാണ് ഈ ചിത്രത്തിന് ചന്തം നൽകുന്നത്? ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് തൊഴിലുകൾ ഒരു ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് കൊണ്ട് വളരെയധികം ഭംഗി തോന്നുന്നുണ്ട്, അല്ലേ? എന്നാൽ ചെറിയ രൂപങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് വിശദമായിട്ട് തന്നിട്ടില്ല, വലിയൊരു രൂപങ്ങൾ തന്നിട്ടില്ല. പല കളറുകൾ തന്നിട്ടുണ്ട്. നീല, പച്ച, തവിട്ട്, അല്ലേ? നീലയും പച്ചയും തവിട്ടും നല്ലോണം കാണുന്നുണ്ട്. പിന്നെ മണ്ണ് റോഡ് പോലത്തെ റോഡ്, ഇതെല്ലാം ഈ ചിത്രത്തിന് ഭംഗി കൂട്ടുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചിത്രരൂപത്തിൽ അവതരിപ്പിച്ചതിൻ്റെ ഭംഗി ഇഷ്ടമായി, അല്ലേ? ഇക്കാര്യങ്ങൾ എല്ലാവരും ചേർന്ന് പറഞ്ഞ് അവതരിപ്പിക്കൂ. എങ്ങനെയൊക്കെ ഇഷ്ടമായതെന്ന് ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ? എങ്ങനെയാണ് ഇഷ്ടമായത്? ചെറിയ രൂപങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേക ഭംഗിയുണ്ട്. അതുപോലെ നീല, പച്ച, തവിട്ട് തുടങ്ങിയ നിറങ്ങൾ ഉപയോഗിച്ചത് കൊണ്ട് ചിത്രത്തിന് കൂടുതൽ ഭംഗി കിട്ടുന്നുണ്ട്. ഒരുപാട് തൊഴിലുകൾ ഒരുമിച്ച് ഒരു ചിത്രത്തിൽ ഉൾപ്പെടുത്തിയത് കൊണ്ടും ഭംഗി കൂടുതലാണ്. ഇതിൽ കൂട്ടായി ചെയ്യുന്ന ജോലികൾ എന്തൊക്കെയാണ്? കൂട്ടമായിട്ട്, അതായത് ഒരാളല്ലാതെ ഒരുപാട് ആളുകൾ ചെയ്യുന്ന ജോലികൾ ഇതിൽ ഏതാണ്? ഞാറു നടലും, മീൻപിടുത്തം,
മരം മുറി. ഈ 3 ജോലികളും ഒരുപാട് ആളുകൾ ചേർന്നാണ് ചെയ്യുന്നത്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചെയ്യുന്ന ജോലികൾ ഏതെല്ലാമാണ്? ഇളനീർ കച്ചവടം, മീൻ കച്ചവടം, ചായക്കട. ചായക്കടയിൽ ഒന്നിലധികം ആളുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരാൾക്കാവാം. മുറ്റമടിക്കൽ, ഗ്യാസ് വിതരണം, ആട് വളർത്തൽ, പത്രവിതരണം, താറാവ് വളർത്തൽ, തെങ്ങുകയറ്റം, ഡ്രൈവിംഗ്. ഇതൊക്കെ ഓരോരുത്തർ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികളാണ്. തൊഴിൽ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്ഥലം ചിത്രീകരിച്ച് കൂട്ടുകാരുമായി പങ്കുവെക്കൂ. പരസ്പരം ചർച്ച ചെയ്യൂ. മെച്ചപ്പെടുത്തൂ. തൊഴിൽ ചെയ്യുന്ന ഒരു കൃഷിസ്ഥലം സന്ദർശിച്ച് അതിൻ്റെ ചിത്രം വരയ്ക്കാം. നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ എന്തൊക്കെയാണ്? നെൽകൃഷി. ആദ്യം തന്നെ നെൽകൃഷിക്ക് വേണ്ടിയിട്ട് നിലമൊരുക്കണം. നിലമൊരുക്കാൻ ഒന്നുകിൽ ട്രാക്ടർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കന്നുകൂട്ടി നിലമൊരുക്കാം. വിത്ത് വിതയ്ക്കൽ വേണം, ഞാറ് നടൽ വേണം, കൊയ്ത്ത് വേണം. അങ്ങനെ ഒരുപാട് ജോലികൾ ഉള്ള ഒരു ചിത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ വരച്ച് കൂട്ടുകാരുമായി പങ്കുവെക്കാം. തൊഴിലുമായി ബന്ധപ്പെട്ട് എത്രയെത്ര വാക്കുകളും വാക്യങ്ങളും പ്രയോഗങ്ങളുമാണ്? ഇതൊന്ന് വായിക്കൂ. വാക്കുകൾ വിളയുന്നു. ഇവിടെ വാക്കുകളാണ് വിളയുന്നത്. എന്തൊക്കെ നോക്കാം. തൊഴിലുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വാക്കുകൾ എല്ലാ ഭാഷയിലുമുണ്ട്. നമ്മുടെ ഭാഷയിലും ഇത്തരം പദങ്ങൾ കാണാം. നെൽകൃഷി എന്ന തൊഴിൽ ഉദാഹരണമായി എടുത്താൽ എന്തൊക്കെ വാക്കുകളാണ് നമുക്ക് കണ്ടെത്താനാവുക? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കന്നുപൂട്ടുക, കട്ടയുടയ്ക്കുക, വിത്തെറിയുക, ഞാറ് പറിക്കുക, ഞാറ് നടുക, കള പറിക്കുക, വളം ചേർക്കുക, കൊയ്യുക, മെതിക്കുക എന്നിങ്ങനെ ഒട്ടേറെ പണികളുടെ പേരുണ്ട്. നെൽകൃഷിയുമായി മാത്രമുള്ള പേരുകളാണ് കേട്ടോ ഇതെല്ലാം. ഇനി നമുക്ക് പണി ഉപകരണങ്ങളുടെ പേരെടുത്താലോ? നെൽകൃഷിക്ക് ഉപയോഗിക്കുന്ന പണി ഉപകരണങ്ങൾ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കന്നുപൂട്ടി നിലമൊരുക്കുകയാണെങ്കിൽ, ഇപ്പം ട്രാക്ടറാണ് അധികം ആളുകൾ ഉപയോഗിക്കുന്നത്, എന്നാലും കന്നുപൂട്ടുകയാണെങ്കിൽ കലപ്പ, നുകം, മരം ഇതെല്ലാം അതിനാവശ്യമാണ്. പിന്നെ കൈക്കോട്ട്, നെല്ല് കൊയ്യാനുള്ള അരിവാള്, ട്രാക്ടർ നേരത്തെ പറഞ്ഞു നിലം ഒരുക്കുന്നതിനാണ്. ട്രില്ലർ ആവശ്യമാണ്. കൊയ്ത്തുമെതി യന്ത്രം, കൊയ്യും ചെയ്യും, അത് മെതിക്കുകയും ചെയ്യും, അതിനുള്ള യന്ത്രമുണ്ട് എന്നിങ്ങനെ ഒരുപാട് കാണാം. ഇനി നെൽകൃഷിയുമായി അല്ലെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു വാക്കുകൾ നോക്കൂ. പാടം, തോട്, കതിര്, പതിര്, വിളവ്, നിറവ്, നനവ്, ഉറവ് എന്നിങ്ങനെ കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ നാം ഉപയോഗിക്കുന്ന മറ്റു വാക്കുകൾ എത്രയാണ്. ഇനി ചൊല്ലുകളുടെ കാര്യമെടുത്താലോ? കൃഷി ചൊല്ലുകൾ അനവധിയുണ്ട്. എന്തൊക്കെയാണ് കൃഷി ചൊല്ലുകൾ? മുളയിലറിയാം വിള, അടുത്തു നട്ടാൽ അഴക്, അകലെ നട്ടാൽ വിളവ്, വിത്തായം ചെന്നാൽ പത്തായം നിറയും, ഞാറില്ലെങ്കിൽ ചോറില്ല എന്നിങ്ങനെ. നോക്കൂ, ഭാഷയുടെ വളർച്ചയെ തൊഴിലുകൾ എന്തുമാത്രം സഹായിക്കുന്നു. കൃഷി പോലെ മറ്റെന്തെല്ലാം തൊഴിലുകളിൽ നിന്നാണ് പുതിയ വാക്കുകളും പ്രയോഗങ്ങളും ഉണ്ടാകുന്നത്? വീട്ടിലെ പ്രധാന തൊഴിലിടമാണ് അടുക്കള. ചിത്രം നോക്കൂ. എന്തെല്ലാം പണികളാണ് അടുക്കളയിൽ നടക്കുന്നത്? വീട്ടിലെ കാര്യങ്ങൾ കൂടി ഓർമ്മിച്ചു പറയൂ. അടുക്കളയിലുള്ള എന്തെല്ലാം പണികളാണെന്ന് ഓർമ്മിച്ചു പറയൂ. ചോറ് വയ്ക്കുന്നു, കറി വയ്ക്കുന്നു, ചോറ് വയ്ക്കാൻ വേണ്ടി അരി കഴുകണം, പച്ചക്കറി കഴുകണം, പച്ചക്കറി അരിയുന്നു, തേങ്ങ ചിരകുന്നു, തേങ്ങ അരയ്ക്കുന്നു, ദോശ ചുടുന്നു, പാത്രം കഴുകുന്നു, അല്ലേ, മീൻ വെട്ടുന്നു. ഇങ്ങനെ ഒരുപാട് ജോലികൾ നടക്കുന്ന ഒരു സ്ഥലമാണ് അടുക്കള. അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്തൊക്കെയാണ്? അടുക്കളയിൽ എന്തെല്ലാം ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്? മിക്സി, അരിപ്പ, അരകല്ല്, കത്തി, പുട്ടുംകുടം, സേവനാഴി, പാത്രം, കത്തി, മടാള്, കലം, കയ്യില് അതായത് തവി, ചിരവ, അടുപ്പ്, അമ്മിക്കല്ല്, ഉരുളി, അപ്പച്ചെമ്പ്, ചീനച്ചട്ടി, ചൂല്, മുറം, ഇങ്ങനെ എത്ര ഉപകരണങ്ങളാണ് നമ്മുടെ അടുക്കളയിലുള്ളത്, അല്ലേ? അടുക്കളപ്പണിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വാക്കുകളും പ്രയോഗങ്ങളും നിങ്ങൾക്ക് കണ്ടെത്താനാവും? അടുക്കളപ്പണിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വാക്കാണ്? അതിൽ മാത്രം ഉപയോഗിക്കുന്ന വാക്കുകൾ എന്തൊക്കെയാ? ചിരവുക, തേങ്ങ ചിരവുക,
അല്ലേ? അരി ഊറ്റുക, ഇപ്പോൾ അല്ലെങ്കിൽ കഞ്ഞി ഇളക്കുക, അരി കുതിർക്കുക, പച്ചക്കറി വേവിക്കുക, പച്ചക്കറി അരിയുക. പിന്നെ നമ്മൾ കടുക് വറുത്തിടുക പറഞ്ഞ താളിക്കുക, പൊതിക്കുക, തേങ്ങ പൊതിക്കുക, അരി വാർക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും മല്ലി മുളകൊക്കെ പൊടിക്കുക, അരയ്ക്കുക, കുഴയ്ക്കുക, വറുക്കുക, വഴറ്റുക. ഇങ്ങനെ ഒരുപാട് വാക്കുകൾ അടുക്കളപ്പണിയുമായി ബന്ധപ്പെട്ടുണ്ട് അല്ലേ? ഈ വാക്കുകൾ കണ്ടെത്തിയല്ലോ, ഇനി അത് കണ്ടെത്തി അതിന് ഒരു കുറിപ്പ് ഉണ്ടാക്കണം എന്നാണ്. വാക്കുകളും പ്രയോഗങ്ങളും കണ്ടെത്തി അവ ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കും. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്തിനെങ്കിലും കുറിച്ചിട്ടൊന്ന് എഴുതുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ 3-ാം പാർട്ട് 3 ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.